ചേട്ടാ, അതായത് നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ആദ്യം, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതേ ഉള്ളൂ. പക്ഷെ അതിനു മുന്നേ നിയമം രാജീവ് ചന്ദ്രശേഖർ അങ്ങ് അവകാശപ്പെട്ട് മുന്നിൽ വന്നിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു നിയമം വേണമെന്ന് തന്നെ രാജീവ് ചന്ദ്രശേഖർ പറയാൻ കാരണം എന്തായിരിക്കും? ഇതൊരു പിന്നെ അതുപോലെ തന്നെ ഇതൊരു രാഷ്ട്രീയപരമായ നീക്കം മാത്രമാണോ, അതോ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും തന്ത്രങ്ങളുണ്ടോ? അതായത് നിയമം വേണം എന്ന് ഉറപ്പിച്ച് തന്നെ പറയുന്നതിന്റെ കാരണം കൂടെ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇതിനകത്ത് കുറച്ച് രാഷ്ട്രീയ തന്ത്രങ്ങളും കുറച്ച് അല്ലാതുള്ള കാരണങ്ങൾ കൂടിയുണ്ട്. തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2024 കഴിയുമ്പോൾ നേമത്തായിരുന്നു ഈ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖരന് ഏറ്റവും അധികം വോട്ട് കിട്ടി. ഏകദേശം 45% വോട്ടുകൾ പിടിച്ചെടുക്കാൻ രാജീവ് ചന്ദ്രശേഖരൻ നേമത്ത് മാത്രമായിട്ട്. അതോടൊപ്പം തന്നെ നമ്മൾ പരിശോധിച്ചാൽ ഏകദേശം 61,227 വോട്ടുകൾ രാജീവ് ചന്ദ്രശേഖരന് അവിടെ നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും രാജീവ് ചന്ദ്രശേഖർ വളരെ പെട്ടെന്ന് തന്നെ അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടങ്ങിയിട്ടില്ല, മറ്റ് നേതാക്കന്മാരുമായിട്ട് കൂടിയാലോചിച്ചിട്ടില്ല. ബാക്കി മത്സരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട്, അവരോടൊന്നും കൂടിയാലോചിച്ചിട്ടില്ല, കേന്ദ്രത്തിൽ നിന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇതൊന്നും ഇല്ലാതിരിക്കുന്ന സവിശേഷമായ സാഹചര്യം. ഇപ്പോൾ എല്ലാവരും ഫോക്കസ് ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ്സുകാരുടെ ഒരു രീതി എന്തോന്ന്, എല്ലാം ഇങ്ങനെ എടുക്കുക ബിജെപിയുടെ ഒരു രീതി തന്നെയാണ്, എല്ലാം ഞാൻ എടുക്കുക എന്ന് പറയുന്ന ഒരു രീതി. അപ്പം ഇത് തിടുക്കപ്പെട്ടുള്ള ഒരു ഡിസിഷനാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പിന്നെ എന്താ പറയുക, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് ഇങ്ങനെ കൊണ്ടുപിടിച്ച് നടക്കുന്ന ഒരു സമയമാണ്. തന്നെയുമല്ല BJPയെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് ഇത്തവണ ഒരു 2ാം സ്ഥാനത്തേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിച്ചിരി പ്രയാസകരമായ കാര്യമാണ്. ഇപ്പോൾ ഒരു വിജയമൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ വിജയിക്കും, അവിടെ കോർപ്പറേഷൻ്റെ ഭരണം പിടിച്ചെടുക്കുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഇവർ ചർച്ച ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെയും, അല്ലെ ജനങ്ങളിലേക്ക് അങ്ങനെ പറയുന്നുണ്ട് എങ്കിൽ തന്നെയും ഇവിടെ തിരുവനന്തപുരം വലിയ പ്രതിസന്ധിയിലാണ്. നമ്മൾ ഇതിനു മുമ്പും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ നിയമമല്ലല്ലോ, അവിടെ തിരുവനന്തപുരത്ത് തിരുമല അനിൽ ആത്മഹത്യ ചെയ്യുന്നു. അതോടൊപ്പം ഇദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായ S. സുരേഷ് എന്ന് പറയുന്ന അഡ്വക്കേറ്റ് S. സുരേഷ്, അദ്ദേഹം ഒരു ഫാർമേഴ്സ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട്, സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട് 43 ലക്ഷം രൂപയുടെ അഴിമതിയാണ് നടത്തിയിരിക്കുന്നത്. വായ്പ എടുത്തു, തിരിച്ചടച്ചില്ല. ഏകദേശം 25,000-ഓളം രൂപയാണ് പ്രതിമാസം തിരിച്ചടക്കേണ്ടിയിരുന്നത്. എന്നാൽ അത് തിരിച്ചടച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് ഞാൻ അങ്ങനെ എനിക്ക് തോന്നുന്നു ആ സൊസൈറ്റിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ അതിൻ്റെ രേഖകൾ പരിശോധിക്കുമ്പോൾ കൃത്യമായി ഇദ്ദേഹം അവിടെ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. അന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ ഇദ്ദേഹം S. സുരേഷ് പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു ബാങ്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഞാൻ അങ്ങനെ ഒരു ബാങ്കിൽ നിന്ന് 1 രൂപ പോലും വായ്പ എടുത്തിട്ടില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ അതിൻ്റെ തെളിവുകൾ, അതിൻ്റെ സഹകരണ ബാങ്കിൻ്റെ രജിസ്ട്രാർ അതിൻ്റെ ബാക്കിയുള്ള ഡേറ്റ അടക്കം മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തതിനകത്ത് ഈ പറയുന്ന അഡ്വക്കേറ്റ് സുരേഷ് എന്ന് പറയുന്ന വ്യക്തി അവിടെ നിന്നും ബാങ്കിൽ നിന്നും വായ്പ എടുത്തിട്ടുണ്ടെന്നും ഏകദേശം 48 ലക്ഷത്തിലധികം രൂപ തിരിച്ചടയ്ക്കേണ്ടതുണ്ട് എന്നതടക്കമുള്ള വിവിധമായ രേഖകൾ പുറത്തുവിട്ടിട്ടുണ്ട്. ആ 25,000 രൂപ വെച്ച് കൂടി വന്നാൽ 1 ലക്ഷം രൂപയിൽ താഴെ മാത്രമാണ് അദ്ദേഹം അടച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കണക്കുകൾ പുറത്തേക്ക് വരുന്ന സാഹചര്യത്തിലും BJP വലിയ സമ്മർദ്ദത്തിലാണ്. അതോടൊപ്പം ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച തിരുമല അനിലിൻ്റെ ആത്മഹത്യ, അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരാൾ പിന്നെ എന്താ പറയുക, തൃക്കണ്ണാപുരത്ത് സ്ഥാനാർത്ഥി നിർണയ സമയത്ത് തഴയപ്പെട്ട ഒരു BJPയുടെ നേതാവ്, അയാളെ തള്ളിപ്പറയേണ്ട ഗതികേടുണ്ടായി. അതിന് ശേഷം നമ്മൾ പരിശോധിച്ചാൽ അവിടെ എന്താ പറയുക, അവിടുത്തെ ഒരു സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് അവിടെ ഫാം ടൂർ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള അതിഭീകരമായ അഴിമതി, അവിടുത്തെ BJP നേതാക്കന്മാരെല്ലാം ഈ സൊസൈറ്റിയിൽ നിന്ന് പണം എടുക്കുകയും ആ പണം തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരികയും നിക്ഷേപകർക്ക് ഈ പണം കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ശരിക്കും ഈ തിരുമല അനിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒറ്റപ്പെട്ടു പോയി. ഇത് കൃത്യമായി ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന മേയറെ ആ കൗൺസിലർ ബോധിപ്പിച്ചു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഈ പ്രശ്നത്തിൽ ഞാനിപ്പോൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്, എനിക്ക് ആരെയും മുഖത്ത് നോക്കാൻ കഴിയുന്നില്ല, പല നിക്ഷേപകരെയും എനിക്ക് നേരിട്ട് കാണാൻ പോലും കഴിയുന്നില്ല, എൻ്റെ ആരോഗ്യസ്ഥിതി മോശമായിക്കൊണ്ടിരിക്കുന്നു, ഞാൻ ആകെ തകർന്നു, ആഹാരം കഴിച്ചിട്ട് തന്നെ ദിവസങ്ങളായി, മനസ്സമാധാനമായിട്ടൊന്ന് കിടന്നുറങ്ങിയിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ തിരുമല അനിൽ ഇവിടെ വന്ന് ആര്യ രാജേന്ദ്രനോട് സംസാരിച്ചതാണ്. പക്ഷേ ആര്യ രാജേന്ദ്രൻ ഇതിനെ പൊളിറ്റിക്കലൈസ് ചെയ്യുകയോ ഇത് ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമവും ആര്യ രാജേന്ദ്രൻ നടത്തിയില്ല, പകരം സമാധാനിപ്പിച്ചു വിടുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ഈ തിരുമല അനിൽ ആത്മഹത്യ ചെയ്യുകയും അതിൻ്റെ കാരണങ്ങൾ ഇതൊക്കെയാണ് എന്ന് അദ്ദേഹം ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെക്കുകയും ചെയ്തതോടുകൂടിയാണ് കാര്യങ്ങൾ പുറംലോകം അറിയുന്നത്. അപ്പോൾ
അവിടെ ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പലപ്പോഴും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനമാണ്. അതോടൊപ്പം തന്നെ ഇതേ രാജീവ് ചന്ദ്രശേഖരൻ തന്നെയാണ് കർണാടക സർക്കാരിൽ നിന്ന് ഭൂമി തട്ടിപ്പുമായി ഭൂമി വാങ്ങുകയും ആ ഭൂമി വാങ്ങി മറിച്ച് വിൽക്കുകയും ചെയ്ത, അതായത് ആ ഭൂമി ഈ ഒരു ബിൽഡിംഗ് ഇൻഡസ്ട്രിയൽ ഏരിയ തുടങ്ങാൻ വേണ്ടിയിട്ട് സർക്കാരിൽ നിന്ന് പതിച്ചു വാങ്ങിയ ഭൂമി അത് മറിച്ച് വിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതായിട്ടുള്ള വാർത്തകളും വന്നു. അപ്പോൾ പിന്നീട് ഇങ്ങനെ രണ്ടുപേരുടെ ആത്മഹത്യ, അതോടൊപ്പം ഈ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട് നടന്ന തട്ടിപ്പുകൾ, ഈ തട്ടിപ്പിനെ കുറിച്ച് MS കുമാർ എന്ന് പറയുന്ന BJPയുടെ ഒരു നേതാവും മുൻ നേതാവും BJPയുടെ വക്താവുമായിരുന്നു, സ്പോക്ക് പേഴ്സൺ ആയിരുന്നു അദ്ദേഹവും ഇക്കാര്യങ്ങൾ വളരെ വ്യക്തമായി ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. പല നേതാക്കളുടെയും വിവരം പുറത്തുവിടും എന്നുള്ള കാര്യം വളരെ വ്യക്തമായി എഴുതി അദ്ദേഹം ഫേസ്ബുക്കിൽ ഇട്ട സമയത്ത് കൃത്യമായി തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ സമയത്ത് രാജീവ് ചന്ദ്രശേഖരൻ നേരെ ഇദ്ദേഹത്തെ MS കുമാറിനെ കാണാൻ പോയി, കാര്യങ്ങൾ അവിടെ വെച്ച് സംസാരിച്ചു, ഏറെക്കുറെ ഡീലാക്കി എന്ന് തന്നെ നമുക്ക് കരുതാം. കാര്യം ഈ വിവരങ്ങളൊന്നും പുറത്തുവിടരുത്, പുറത്തുവിട്ടാൽ അത് BJPക്ക് വലിയ തോതിൽ ക്ഷീണമുണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി അദ്ദേഹത്തിന്റെ ശ്രീകണ്ഠാപുരത്തുള്ള വീട്ടിൽ പോയിട്ട് അവിടെ ഇരുന്ന് സംസാരിച്ച് അക്കാര്യത്തിൽ തീരുമാനമാക്കി അദ്ദേഹത്തിനെ കൊണ്ടത് ചെയ്യിക്കാതിരിക്കാൻ വേണ്ട നടപടിക്രമങ്ങളും പാലിച്ചു. അന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ഇവിടെ എന്തിനാണ് വന്നത്, അനുനയ ചർച്ച വല്ലതുമായിരുന്നോ? അന്നേരം പറഞ്ഞില്ല, തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ഞാൻ എല്ലാ വീടുകളിലും പോകുന്നുണ്ട്, അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നത് എന്ന് മാത്രമാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ കൊടുത്ത മറുപടി. പക്ഷേ അങ്ങനെ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖർ മറ്റൊരു വീട്ടിലും പോയിട്ടില്ല. അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ സ്വന്തം കാറിൽ കയറി അദ്ദേഹം വേറെ വഴിക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പം എന്ന് വെച്ചാൽ രാജീവ് ചന്ദ്രശേഖർ ഇറങ്ങി കളിക്കുകയാണ്. പിന്നീട് ജനങ്ങൾക്കിടയിൽ കൊടുക്കുന്ന ഒരു മിഥ്യാധാരണ, അതായത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞൊരു കാര്യം അതാണ്, എന്താ പറയുക, ഇവിടുത്തെ വികസന രേഖ അവതരിപ്പിക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദി ഇവിടേക്ക് വരുന്നുണ്ട്, പ്രധാനമന്ത്രിയായിരിക്കും വികസന രേഖ അവതരിപ്പിക്കുക, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പൊട്ടന്മാരാക്കുക. 45 ദിവസം കൊണ്ട് ഞങ്ങൾ തിരുവനന്തപുരത്തെ അങ്ങ് വലിയ വികസനത്തിന്റെ ഒരു വലിയ ഏരിയയാക്കി മാറ്റുക തുടങ്ങിയ കള്ളപ്രചരണങ്ങൾ കൊണ്ടാണ് ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ അത് തന്നെയാണ്. തിരുവനന്തപുരത്തിൽ എന്തുതരം വികസനമാണ് ഇനി ആവശ്യം? നമ്മൾ ആലോചിച്ച് നോക്കുക, എന്തുതരം വികസനമാണ് ആവശ്യം? പല വികസന പ്രവർത്തനങ്ങളും ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെ ഇപ്പൊ സീറോ എമിഷൻ സിറ്റി എന്നുള്ള പേര് തിരുവനന്തപുരത്തിനുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞു. ഇനി ലൈറ്റ് മെട്രോ വരാൻ പോകുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇനിയും വരുന്ന പദ്ധതികളെല്ലാം ശരിക്കും CPM എന്ന് പറയുന്ന അല്ലെങ്കിൽ LDF തിരുവനന്തപുരം നഗരത്തിൽ വരുത്തി വെച്ച വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇപ്പോഴും ഉള്ളത്. അല്ലാതെ ഇനി അതിനകത്ത് യാതൊരു വികസന പ്രവർത്തനങ്ങൾ ഇനിയും ഭാവിയിൽ വരാനുള്ള കാര്യങ്ങൾ വരെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള പദ്ധതികൾക്ക് വരെ അവർ തുടക്കമായി കഴിഞ്ഞു. ഇനി അവിടെ എന്ത് വികസന പ്രവർത്തനം അവർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? തിരുവനന്തപുരം എന്ന് പറയുന്ന നഗരം അതിൻ്റെ ഒരു രാജകീയ പ്രൗഢിയുണ്ട്. ശരിക്കും ഈ എറണാകുളം ഒരു മെട്രോ സിറ്റി എന്നുള്ള നിലയിലാണെങ്കിൽ പോലും തിരുവനന്തപുരം 2 സിറ്റികളാണ്. പക്ഷേ രണ്ടും തമ്മിലൊരു നല്ല വ്യത്യാസമുണ്ട്. ഇവിടെ ഒരു സാംസ്കാരികമായി കുറച്ചുകൂടെ എന്ന് വെച്ചാൽ ബിസിനസ്സിന് അപ്പുറത്തേക്ക് തിരുവനന്തപുരത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. തിരുവനന്തപുരത്തിന്റെ ഒരു ഇപ്പോഴും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റോയൽ ട്രിവാൻഡ്രം എന്ന് തന്നെ പറയേണ്ടി വരും. അതിൻ്റെതായ ആ ഒരു തനത് സംസ്കാരം ഇപ്പോഴും കാത്തു സൂക്ഷിച്ചു പോരുന്ന ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും തിരുവനന്തപുരത്തുള്ളത്. അല്ലാതെ മെട്രോ സിറ്റി പോലെ അല്ലെങ്കിൽ എറണാകുളം പോലെ അത്തരത്തിലുള്ള പോഷ് ലൈഫൊന്നും അല്ല തിരുവനന്തപുരത്തുകാർക്ക് ഇപ്പോഴും ഉള്ളത്. നമ്മൾ തിരുവനന്തപുരത്തും എറണാകുളത്തും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം പല കാര്യങ്ങളിലും വ്യത്യാസമുണ്ട്. ഇവിടെ മീഡിയ ഇൻഡസ്ട്രി ഇപ്പോൾ പലതും തിരുവനന്തപുരത്ത് നിൽക്കുന്ന മീഡിയകളും എറണാകുളം ബേസ് ചെയ്ത് പോകുന്ന മീഡിയകളും രണ്ടും നല്ല വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ അതിനകത്തിലെ ആങ്കേഴ്സിനെ കണ്ടിരുന്നാലും ശരി, അല്ലാന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ബാക്കി ഏത് തരത്തിലുള്ള ഫീച്ചേഴ്സ് നമ്മൾ പരിശോധിച്ചിരുന്നാലും ശരി, ഇത് തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടെന്നേ. ഈ തിരുവനന്തപുരത്തുള്ള മീഡിയയും എറണാകുളത്ത് പ്രവർത്തിച്ചു വരുന്ന ഈ പറയുന്ന യൂട്യൂബ് ചാനൽ ഉൾപ്പെടെയുള്ള കാര്യം ഞാൻ പറയുന്നത്, അതിനകത്തൊക്കെ നല്ല വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു പകിട്ട് എപ്പോഴും കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള വികസനമായിരിക്കും തിരുവനന്തപുരം നടപ്പിലാക്കുക. ഇപ്പൊ വികസനത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് അവിടുത്തെ കനകക്കുന്ന് കൊട്ടാരം ഇടിച്ചു പിടിച്ച് കളയാൻ പറ്റത്തില്ല. അത് അതിന്റെ തനത് സംസ്കാരത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വികസനം വരുമ്പോൾ അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങളെ കൃത്യമായി പരിപാലിച്ചുകൊണ്ട് വേണം അവിടുത്തെ ഒരു വികസന പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ അവിടെ കൊണ്ടുവന്ന് വേറെ വലിയ ബിൽഡിങ്ങുകൾ കെട്ടിക്കൊണ്ട് അവിടെ വികസനം സാധ്യമാകാനൊന്നും പറ്റില്ല. അങ്ങനെ ഒരു വികസനത്തെക്കുറിച്ച് തിരുവനന്തപുരംകാർക്ക് സ്വപ്നം കാണാൻ പോലും പറ്റില്ല. ഇന്ന് നമുക്കറിയാം, തിരുവനന്തപുരത്തോട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ബസ്സുകളാണ്. നമുക്ക് ഏത് വഴിക്ക് പോകണമെങ്കിലും നമുക്ക് ബസ്സുകൾ കിട്ടും. അതും വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് നഗരം മുഴുവൻ കാണാൻ പറ്റുന്ന സൗകര്യങ്ങളോട് കൂടി തന്നെ തിരുവനന്തപുരത്തിൻ്റെ ഒരു കൾച്ചർ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതാണ് തിരുവനന്തപുരം. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റോഡുകൾ, അവിടുത്തെ ഹൈവേ വികസനം വളരെ വേഗത്തിൽ ഹൈവേ വികസനം സാധ്യമായി. നമ്മൾ കിള്ളിപ്പാലം മുതൽ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹൈവേയുടെ വികസനവും കിടക്കുകയാണ്. അപ്പം റോഡുകളുടെ വികസനം, റോഡുകളെല്ലാം നല്ല പടിക്ക് നമുക്ക് നന്നായി ഉപയോഗിക്കാൻ കഴിയുന്ന റോഡുകളാണ് തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം മുഖച്ഛായ എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ ഉയർന്നു നിൽക്കുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ കവച്ചു വെക്കുന്ന തരത്തിലേക്കുള്ള വികസനമാണ് ശരിക്കും തിരുവനന്തപുരത്തിന് ഇനി ആവശ്യം.
പക്ഷെ അത്തരത്തിലുള്ള ഒരു വികസന ഫോർമാറ്റ് അവതരിപ്പിക്കാനൊന്നും ബി ജെ പി കൊണ്ട് സാധിക്കില്ല. അപ്പം ബി ജെ പി ഈ പറയുന്ന ചിലരുടെ മരണവും ഈ പറയുന്ന സൊസൈറ്റികളുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതാക്കൾ കാണിച്ചിരിക്കുന്ന ഈ അഴിമതിയും അടക്കവും പൊതിഞ്ഞു മൂടി സംരക്ഷിച്ച് പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ശരിക്കും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ഈ രീതിയിലുള്ള, അതായത് പ്രധാനമന്ത്രി വരുന്നു, വികസന രേഖ അവതരിപ്പിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോകുന്നത്. അല്ലാതെ ഇതിനകത്ത് വേറെ ഒരു കാര്യമില്ല. പിന്നെ നിയമത്തോടുള്ള ആക്രാന്തം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിന് നിയമത്തെ എ ക്ലാസ് മണ്ഡലമാക്കി മാറ്റിയതിന് കാരണക്കാർ പ്രധാനികൾ എന്ന് കോൺഗ്രസ് പാർട്ടിയാണ്. കോൺഗ്രസ് യു ഡി എഫ് ആണ് ശരിക്കും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജഗോപാൽ അവിടെ നിൽക്കുന്നു, വി ശിവൻകുട്ടി നിൽക്കുന്നു, അതോടൊപ്പം എനിക്കൊന്ന് സുരേന്ദ്രൻപിള്ള എന്ന് പറയുന്ന ഒരു ജെ ഡി യുവിൻ്റെ സ്ഥാനാർത്ഥി അവിടെ നിൽക്കുന്നു. ഈ ജെ ഡി യു എന്ന് പറഞ്ഞാൽ യു ഡി എഫിന്റെ ഘടകകക്ഷിയാണ്. ഇവർ മൂന്ന് പേര് മത്സരരംഗത്തുണ്ട്. ഈ 3 പേര് മത്സരിക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായി ആ പറയുന്ന ഈ സുരേന്ദ്രൻപിള്ള എന്നാണെന്ന് തന്നെ എൻ്റെ ഒരു ഓർമ്മ, അദ്ദേഹം തന്നെ പിന്നീട് പറയുകയുണ്ടായി, എൻ്റെ വോട്ടെല്ലാം അവിടെ മറിഞ്ഞു. അതായത് യു ഡി എഫിന് വീഴേണ്ട വോട്ടുകൾ കൂടി അന്ന് ഒ രാജഗോപാലിലേക്ക് മനഃപൂർവ്വം വി ശിവൻകുട്ടിയെ തോൽപ്പിക്കാൻ വേണ്ടി ഇറക്കിയെന്നേ. അങ്ങനെ വി ശിവൻകുട്ടിയെ തോൽപ്പിക്കാൻ വേണ്ടി ഒ രാജഗോപാലിനെ ഇവിടെ വിജയിപ്പിച്ചുകൊണ്ട് ഒരു MLA അന്ന് കേരളത്തിൽ അക്കൗണ്ട് തുറന്നു ബി ജെ പിയുടെ. ആര് കാരണമാണ്? യു ഡി എഫ് കാരണമാണ് അങ്ങനെ ഒരു സീറ്റ് ഉണ്ടാകുന്നത്. ബി ജെ പിക്ക് പ്രതീക്ഷയുള്ള ഒരു സീറ്റായി മാറുന്നതിന് പ്രധാനപ്പെട്ട കാരണം അതാണ്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ചില കൗൺസിലർമാരുടെ പ്രവർത്തനങ്ങൾ കാരണം ആ കൗൺസിലർ മരണപ്പെട്ടു പോയി. അതിനെയൊക്കെ തുടർന്നിട്ടാണ് പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു അനന്തരവളാണ് ആശാന എന്ന് പറഞ്ഞ ഒരാളാണ് പിന്നീട് അവിടെ കൗൺസിലറായിട്ട് മത്സരിക്കാൻ വരുന്നത്, ബി ജെ പിയുടെ തന്നെ. അപ്പോൾ അവരും നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ എല്ലാം കണ്ടിട്ട് അവിടെ ബി ജെ പിയുടെ ഒരു ഹബ്ബാക്കി മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് യു ഡി എഫ് ബി ജെ പിക്ക് വേണ്ടി അവിടെ ചെയ്തു കൊടുത്ത സൽപ്രവൃത്തി. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പ്രതീക്ഷയാണ്, അല്ലെങ്കിൽ അവിടെ കിട്ടിയ ആ ഒരു പ്രതീക്ഷയാണ് ഞങ്ങളുടെ കഴിവ് കൊണ്ടാന്നുള്ള ഒരു പ്രതീക്ഷ. അതിനുശേഷം വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത്? പിന്നീട് വി ശിവൻകുട്ടി അവിടെ അധികാരത്തിൽ വരുന്നു, വി ശിവൻകുട്ടി മന്ത്രിയാകുന്നു. അപ്പോഴും അവിടെ 2ാം സ്ഥാനത്തേക്ക് വരുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായത് കുമ്മനം രാജശേഖരനായിരുന്നേ. അന്ന് അവിടെ യു ഡി എഫിന് മത്സരിച്ച ആരാന്നറിയോ? ഇന്ന് ശക്തർ എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്ന ഒരു നേതാവുണ്ട്, കെ മുരളീധരൻ. ആ കെ മുരളീധരനായിരുന്നു അന്ന് MP സ്ഥാനം രാജിവെക്കാതെ അവിടെ മത്സരിച്ച് തോറ്റത്. അത് 3ാം സ്ഥാനത്തേക്ക്. ഈ കെ മുരളീധരൻ 3ാം സ്ഥാനത്ത് പോകുന്ന പുത്തരിയൊന്നും അല്ല. ഇത് ആദ്യത്തെ തവണയൊന്നുമല്ല, 2ാമത്തെ തവണ തൃശ്ശൂർ 3ാം സ്ഥാനത്തേക്ക് പോകുന്നു. അതുകൊണ്ട് വലിയ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെയും കൃത്യമായി വോട്ട് മറിക്കൽ നടന്നിട്ടുണ്ട്. ഒരാൾ പോലും തയ്യാറായില്ലല്ലോ അവിടെ നേമത്ത് ഒന്ന് മത്സരിക്കാൻ. യു ഡി എഫിന്റെ ഒറ്റ ഒരാളും തയ്യാറായില്ല. ഉമ്മൻചാണ്ടിയാണ് ആദ്യം പദ്ധതി ഇട്ടത്. കാര്യം ആ സീറ്റ് അവിടുത്തെ യു ഡി എഫിന് കൃത്യമായിട്ട് അറിയാം, ആ സീറ്റ് പോയതിന്റെ പ്രധാന കാരണക്കാർ യു ഡി എഫ് ആണ്. അതുകൊണ്ട് തന്നെ യു ഡി എഫിൽ ഒരാളെ അവിടെ നിർത്തി വിജയിപ്പിക്കണം എന്ന് കൃത്യമായി യു ഡി എഫിന് ധാരണയുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഉമ്മൻചാണ്ടിയെ പോലും നേതാവിനെ അവിടെ കൊണ്ടുവന്ന് ഇറക്കിയത്. പക്ഷേ ഉമ്മൻചാണ്ടിക്ക് അറിയാം അവിടെ പാലം വലിക്കും, യു ഡി എഫ് പാലം വലിക്കുമെന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടിക്ക് സ്വന്തം ആളുകളെ കൂട്ടിക്കൊണ്ട് പുതുപ്പള്ളിയിൽ അദ്ദേഹത്തിന്റെ വീടിന്റെ മേളി വരെ കയറി ഇരുന്നുകൊണ്ട് സമരം ചെയ്യിക്കേണ്ട ഗതികേട് ഉണ്ടായത്. അതും യു ഡി എഫുകാർ ഉണ്ടാക്കി വെച്ച കണിയാ. അപ്പൊ അങ്ങനെ ബി ജെ പിക്ക് നേമം സീറ്റ് എ ക്ലാസ് മണ്ഡലമാക്കി മാറുന്നതിന് പ്രധാന കാരണക്കാരായി പ്രവർത്തിച്ച മുഴുവൻ യു ഡി എഫുകാരാണ്. എന്നിട്ട് ഇപ്പോൾ പറയുന്ന ഇത് കണ്ടിട്ടാണ് ഇപ്പോഴാണ് 61,227 വോട്ടുകൾ അവിടെ രാജീവ് ചന്ദ്രശേഖർ നേടിയിട്ടുണ്ട്. ആ നേട്ടം ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നത് കണ്ടിട്ടാണ് ഇപ്പം നേമത്ത് വേറെ ആരുമായിട്ടും കൂടിയാലോചിച്ചിട്ടില്ല രാജീവ് ചന്ദ്രശേഖർ. അവിടെ കൂടെ അതിന്റെ ചൂടി നടക്കുകയല്ലേ. ആ ചൂടി നടക്കുന്ന സമയത്ത് സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായി മാറുകയാണ്. ഞാൻ നേമത്തൊന്നും വിട്ടുവരില്ല, ഞാൻ നേമത്ത് മത്സരിക്കും. അതാണ് ഇവർക്ക് അതെ ബി ജെ പിക്ക് പൊതുവെ ഉള്ളത് ഇങ്ങ എടുക്കുക എന്റേതാ എന്നൊക്കെ. സുരേഷ് ഗോപി അങ്ങനെയല്ലായിരുന്നു. തൃശ്ശൂർ സ്വന്തം മണ്ഡലമാണെന്നും പറഞ്ഞുകൊണ്ട് എത്ര കാലം പുള്ളി കൊണ്ടുനടന്നു തൃശ്ശൂരിനെ. എന്നിട്ടല്ലേ ഏറ്റവും അവസാനം ഇപ്പൊ അവിടെയും കോൺഗ്രസ്സുകാർ പറഞ്ഞതുപോലെ പാവപ്പിടിച്ച കുറച്ച് സ്ത്രീകളും സ്ത്രീകളും അമ്മമാരും ഒക്കെ വിശ്വസിച്ചു. അത് പണ്ട് ചില സുരേഷ് ഗോപിയുടെ നന്മമരമായിട്ട് കണ്ടിട്ട് ഒരു പ്രതീക്ഷയിലായിരുന്നു ജയിപ്പിച്ചു വിട്ടത്. അതുപോലെ തന്നെ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഞാനിങ്ങനെ നേരത്തെ എടുത്തു വെച്ചേക്കുവാണ് ഇപ്പൊ ഇവിടെ. അതിനകത്ത് വേറൊരു കാര്യമുണ്ട്, നമുക്ക് ഒരിക്കലും സുരേഷ് ഗോപിയെയും രാജീവ് ചന്ദ്രശേഖരനെയും ഒരുമിച്ച് കെട്ടാൻ പറ്റത്തില്ല. സുരേഷ് ഗോപി ബി ജെ പി കയറി അദ്ദേഹം എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് തൊട്ട് മുമ്പ് മുതൽ തൃശ്ശൂർ എടുക്കുക തുടങ്ങിയ ഡയലോഗ് അടിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ സുരേഷ് ഗോപിയിൽ ഒരു നല്ല വ്യക്തിത്വം ഉണ്ടായിരുന്നു. സുരേഷ് ഗോപിയെ നമ്മൾ അങ്ങനെ അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല. കാര്യം സുരേഷ് ഗോപിയുടെ ഈ തലയ്ക്കകത്തിരിക്കുന്ന ഈ ബൾബ് പോകുന്ന ഫ്യൂസ് ആകുന്ന സമയമുണ്ടല്ലോ, ആ സമയത്തിന് തൊട്ട് മുമ്പുള്ള സുരേഷ് ഗോപിയെ നമുക്കറിയാം. നല്ലൊരു നടനായിരുന്നു അദ്ദേഹം. അതോടൊപ്പം തന്നെ അത്യാവശ്യം ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തി വരും. അദ്ദേഹത്തിൻ്റെ സംസാരവും ആ രീതിയിൽ വളരെ പരിപക്വമായ രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. പിന്നീടാണ് നമ്മുടെ ഈ പലർക്കും സംഭവിച്ച ഒരു മൈൻഡ് ചേഞ്ച് ഉണ്ടല്ലോ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. പലർക്കും TP സെൻകുമാറിനും ഭീമൻ രഘുവിനും ഒക്കെ പറ്റിയ ആ ഒരു മെന്റൽ സ്ട്രോക്ക് എന്ന് പറയും. ആ സ്ട്രോക്ക് ബാധിച്ച പുള്ളിക്ക് അങ്ങനെ ഈ ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്കുണ്ടായ ഒരു മെന്റൽ ചേഞ്ചാണ്. അതൊരു
മാനസികമായി ഉണ്ടാകാവുന്ന ഈ എന്താ പറയുക ഫ്രസ്ട്രേഷനോ അല്ലാന്നുണ്ടെങ്കിൽ അമിതമായ ആങ്സൈറ്റി കൂടി കഴിയുമ്പോൾ ചിലർക്ക് ഈ മെന്റൽ വൈബ്രേഷൻ ഉണ്ടാവും. ആ രീതിയിലുള്ള എന്തെങ്കിലും മെന്റൽ ഡിസൂസ് എന്നൊക്കെ വേണമെങ്കിലേക്ക് പറയാം. ആ നിലയിലേക്ക് അദ്ദേഹം മാറിയെന്നേ ഉള്ളൂ. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ അങ്ങനെയല്ല. രാജീവ് ചന്ദ്രശേഖറിന്റെ നല്ല ഫേസ് ഇതുവരെ ഒരു മനുഷ്യൻ കണ്ടിട്ടില്ല. രാജീവ് ചന്ദ്രശേഖറിന് അങ്ങനെ ഒരു നല്ല ഫേസ് ഉണ്ട് എന്ന് ചോദിച്ചത്. ഞാൻ ആദ്യമേ ചോദിച്ചത് ഇത് രാഷ്ട്രീയമായിട്ട് കാണണോ തന്ത്രപരമായിട്ട് കാണണോ? തന്ത്രം തന്നെയാണെന്നേ, തന്ത്രം. അതായത് അവിടെ ഇത്രയും വോട്ടിന്റെ നേട്ടം വന്നതുകൊണ്ട് തന്ത്രപരമായി രാജീവ് ചന്ദ്രശേഖർ എടുത്തൊരു നീക്കോ അല്ല. സുരേഷ് ഗോപിക്ക് കിട്ടുന്ന ഒരു ഇൻഫ്ലുവൻസ് ഒരിക്കലും ഈ പറയുന്ന പോലെ രാജീവ് ചന്ദ്രശേഖറിന് കിട്ടത്തില്ല. സുരേഷ് ഗോപി വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളക്കാരനാണ് എന്നൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ട്. തന്നെയല്ല, എന്നും നമ്മൾ സിനിമകളിലൂടെയും ഈ ഞാൻ കോടീശ്വരൻ തുടങ്ങിയ പരിപാടികളിലൂടെയൊക്കെ സുരേഷ് ഗോപിയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോഴും മറ്റൊരു കാര്യമുണ്ട്, ഈ ഞാൻ കോടീശ്വരൻ ചെയ്യുന്ന സമയത്ത് പോലും സുരേഷ് ഗോപി വർണ്ണവെറിയുടെ അങ്ങേ അറ്റമായിരുന്നു. അവിടെ പിന്നെ ചില ആൾക്കാരോട് അദ്ദേഹം അവിടെ പ്രവർത്തിച്ചിട്ടുള്ള പല ആളുകളും പറഞ്ഞിട്ടുള്ള ശീലമാണ്, അറിവാണ് എനിക്ക്. അതായത് അവരുടെ പ്രോഗ്രാമിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ ബിഹൈൻഡ് ദി സ്ക്രീൻ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ പറയുമ്പോൾ അദ്ദേഹം കാണിച്ചിട്ടുള്ള ഒരു വർണ്ണവെറിയുണ്ട്, ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നതിന്. അതായത് ചില ആൾക്കാരെ കാണുമ്പോൾ അവർ പറയും, അതായത് ചിലപ്പോൾ തൊലിക്ക് ചിലപ്പോൾ നിറം ഈ ഗ്രേ കളർ വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവരോടൊക്കെ അദ്ദേഹം പെരുമാറുന്നത് അവരെ ഒന്നും അധികം ഒന്നും ഇരുത്താറില്ല. അങ്ങനെയുള്ള ആൾക്കാർ വന്ന് അവരോട് വലിയ താല്പര്യമൊന്നുമില്ല. അദ്ദേഹത്തിന് എപ്പോഴും ഈ പറയുന്ന ഒരു നമ്പൂതിരി നായർ എന്ന് പറയുന്ന ആ ഒരു നിലയിൽ നിൽക്കുന്നവരോട് മാത്രമേ അദ്ദേഹം അടുപ്പം കാണിച്ചിരുന്നുള്ളൂ. അല്ലാതുള്ളവരോടെല്ലാം അദ്ദേഹം ഒരു വർണ്ണവെറിയുടെ ഒരു മുഖത്തോടു കൂടിയാണ് അദ്ദേഹം പലപ്പോഴും പെരുമാറിയിട്ടുള്ളതെന്ന് അതിനകത്ത് വർക്ക് ചെയ്തിരുന്ന പലരും എന്നോട് വളരെ വ്യക്തിപരമായ സംസാരത്തിനിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് ശരിക്കും സുരേഷ് ഗോപി. അപ്പം ആ സമയത്ത് പലരെയും കണ്ണീരൊപ്പാനും ഒക്കെ സുരേഷ് ഗോപി ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ ജനം കണ്ടിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ സ്വാഭാവികമായി സുരേഷ് ഗോപിയോട് നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും അടക്കം ഒരു എന്താ പറയുക, ഒരു ആരാധനാതുല്യമായ ഒരു സ്നേഹം അവർക്ക് തോന്നുന്ന പതിവാണ്. അതൊന്നും തെറ്റല്ല. അതിനെ പിന്നെ കോൺഗ്രസിൻ്റെ ഒരു തന്ത്രം കൂടിയായപ്പോൾ അത് കുറച്ചുകൂടി ബൂസ്റ്റപ്പ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഒരു സ്നേഹം, അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ രാജീവ് ചന്ദ്രശേഖറിനോട് തോന്നുന്നില്ല. കുറച്ചധികം BJP പ്രവർത്തകർക്ക് ഒരു പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ദൈവമായിരിക്കാം. പക്ഷെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അതൊരു വേറൊരു ഫേസാണ്. അങ്ങനെയുള്ള ഫേസിനെ ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ മലയാളികൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ശശി തരൂർ തന്നെ അവിടെ ജയിച്ചത്. രണ്ട് കോർപ്പറേറ്റുകൾ തമ്മിലായിരുന്നു ശരിക്കും അവിടെ മത്സരം. ഒരു സൂപ്പർ സ്റ്റാർഡത്തിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റ് ആയിരുന്നു ശരിക്കും തിരുവനന്തപുരത്ത് നടന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾ അപ്പോഴും ഇഷ്ടപ്പെട്ടത് മറ്റൊരു പാർട്ടിയായിരുന്നു. അതുകൊണ്ടാണല്ലോ കോവളം പോലെ ഒരു സ്ഥലത്ത് നിന്ന് സാധാരണക്കാർ തിങ്ങി വസിക്കുന്ന ഒരു സ്ഥലമാണ് കോവളം. ആ കോവളത്ത് 64,000-ലധികം വോട്ടുകൾ ശശി തരൂരിന് പിടിച്ചു മാറ്റാൻ സാധിച്ചു. അപ്പോൾ അതിൻ്റെയൊക്കെ അത് മനസ്സിലാക്കുന്ന പറഞ്ഞാൽ ശരിക്കും രാഷ്ട്രീയക്കാരെ ഉൾക്കൊള്ളാൻ തിരുവനന്തപുരത്തിന് കഴിയും എന്നുള്ളത് തന്നെയാണ്. ശരിയായ രാഷ്ട്രീയത്തെ മനസ്സിലാക്കുക. വർണ്ണവെറിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മതപരമായ ചിന്താഗതിക്കും അപ്പുറത്ത് നിന്നുകൊണ്ട് മനുഷ്യനെ തിരിച്ചറിയുന്ന ചില സീക്വൻസുകളാണ് നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു ഇപ്പം ശിവൻകുട്ടിയാണ് അവിടെ തന്നെ വീണ്ടും മത്സരിക്കുന്നതെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിന് പ്രയാസമായിരിക്കുമെന്നേ അവിടെ. ശിവൻകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശിവൻകുട്ടി നമുക്കറിയാം, ആ തൃക്കണ്ണാപുരത്തെ ആ ചെറുപ്പക്കാരൻ മരിച്ച സമയത്ത് ആനന്ദ് കെ തമ്പി, ആ ചെറുപ്പക്കാരൻ മരിക്കുന്ന ആ സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ മതം നോക്കിയില്ല, അല്ലെങ്കിൽ അവിടെ പൊളിറ്റിക്സ് എന്താണെന്ന് നോക്കിയില്ല. അത് നോക്കി അവിടെ പോയി അവരുടെ വീട്ടുകാരുമായി ശിവൻകുട്ടി സംസാരിച്ചു. അപ്പൊ ശിവൻകുട്ടി പറഞ്ഞെന്താ, എൻ്റെ മണ്ഡലത്തിൽപ്പെട്ട ഒരാളാണ് മരണപ്പെട്ടത്, അവിടെ എനിക്ക് രാഷ്ട്രീയമല്ല വലുത്, എൻ്റെ മണ്ഡലത്തിൽപ്പെട്ട ഒരാൾ മരണപ്പെടുമ്പോൾ ഞാൻ അവിടെ പോയിരിക്കും. അപ്പൊ അതിന് ഈ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ എന്താ, അവിടെ പോയിരുന്നു മുതലക്കണ്ണീർ പൊഴിക്കുകയായിരുന്നു ശിവൻകുട്ടി എന്നാ പറഞ്ഞിരുന്നത്. എത്ര മനുഷ്യത്വരഹിതമായ പ്രസ്താവനയാണെന്ന് ആലോചിച്ച് നോക്കി. എത്ര മനുഷ്യത്വരഹിതമാണത് അങ്ങനെ ഒരു പ്രസ്താവന. ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊളിറ്റീഷ്യൻ പറയേണ്ട വാക്കുകളാണത്. സോ അയാളുടെ, അതായത് രാജീവ് ചന്ദ്രശേഖരന്റെ സ്വന്തം പാർട്ടിയിലുള്ള ഒരു നേതാവ് അവിടെ ആത്മഹത്യ ചെയ്തപ്പോൾ അതിനെ പോയി കാണുകയും ആശ്വസിപ്പിക്കുകയും ചെയ്ത മറ്റൊരു പാർട്ടിയുടെ LDF, അതിലൊരു മന്ത്രിയാണ്, അയാൾ അവിടുത്തെ MLA ആണ്, അയാൾക്ക് അതിന്റെ പ്രിവിലേജ് ഉണ്ട് ആ വീട്ടിൽ പോകാനും. എന്താ ആരും ഒന്നും എതിർത്ത് പറഞ്ഞില്ലല്ലോ. ശിവൻകുട്ടി ഗോബാക്ക് പറഞ്ഞില്ല നാട്ടുകാർ. അവർക്ക് നാട്ടുകാർക്ക് ശിവൻകുട്ടിയെ നന്നായിട്ട് അറിയാം. ഒരു MLA എന്നതിനപ്പുറത്തേക്ക് അവ നാട്ടിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവർക്കിടയിലേക്ക് ഒരു സാധാരണ മനുഷ്യനെ പോലെ ഓടിയെത്തുന്ന ഒരാളാണ് ഈ ശിവൻകുട്ടി എന്നുള്ള വിവരം ആ നാട്ടിലുള്ള സകലമാന ആൾക്കാർക്ക് പറയും. പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ അവിടെയുള്ള ആളുകൾ പറയുന്നത് ഒരു പട്ടി പ്രസവിച്ച് കിടന്നാൽ അവിടെ വരുമെന്നാണ് പറയുന്നത്. അത് കാണാൻ ശിവൻകുട്ടി വരും. അത്രയ്ക്ക് ജനങ്ങളുമായി ഇടകലർന്ന് ജീവിക്കുന്ന ഒരാളാണ് ശിവൻകുട്ടി. ആ ശിവൻകുട്ടിക്കെതിരെയാണ് മത്സരിക്കുന്നതെങ്കിൽ ഈ കോർപ്പറേറ്റിന് പിടിച്ചിരിക്കാൻ പറ്റില്ല. അത് വേറൊരു കാര്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേറെ, നിയമസഭാ തെരഞ്ഞെടുപ്പ് വേറെ. ആ ഒരു ട്രെൻഡേ ആയിരിക്കില്ല ഈ പറഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പം ഇതിൽ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോ നേതാക്കൾ പാലം വലിക്കത്തില്ലെന്ന് ആരറിഞ്ഞു? ഈ നേതാക്കളോട് ആലോചിച്ചിട്ടില്ല, കേന്ദ്ര നേതൃത്വത്തോട് ആലോചിച്ചിട്ടില്ല, ഒരു കുഞ്ഞുങ്ങളോട് ആലോചിക്കുക. സ്വയം അങ്ങ് ഞാൻ സ്ഥാനാർത്ഥി എന്നങ്ങ് പ്രഖ്യാപിക്കുകയാണ്. അത് മണ്ടത്തരമല്ലേ?
ശരിക്കും ഈ പറയുന്ന ആ ഒരു ഈ മുൻകൂട്ടിയുള്ള ഏറ് ഫലവത്താവില്ല. കാര്യം നിയമത്തിൻ്റെ ഒരു ട്രെൻഡ് അങ്ങനെയാണ്. അല്ലാതെ പിന്നെ രാജീവ് ചന്ദ്രശേഖർ വിചാരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 61,000 കിട്ടി, എനിക്കിപ്പോൾ അവരെല്ലാം കൂടെ അടപടല ഇങ്ങ് തരും എന്നുള്ള ധാരണയൊക്കെ വെറുതെയാണ്. അതൊക്കെ മിഥ്യാധാരണ. വെറുതെ ഷൈൻ ചെയ്യാൻ വേണ്ടി നടത്തുന്ന ചില ശ്രമങ്ങൾ എന്നതിനപ്പുറത്തേക്ക് വേറെ വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നത്.